ഗാസയിലെ ജനതയെ ഓടിച്ച് ഗാസ സ്ട്രിപ്പിൽ തന്റെ കച്ചവട താൽപര്യം വിതയ്ക്കുന്ന ട്രംപ് തന്റെ വഴികൾ ഒട്ടും എളുപ്പമല്ലെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. രാഷ്ട്രീയത്തെ പോലും കച്ചവടമായി കാണുന്ന ട്രംപിസത്തിൽ ഗാസയിലെ ജനങ്ങളെ നാടുകടത്തി ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ബിസിനസ് ഹബ്ബ് ഉണ്ടാക്കാനുള്ള ശ്രമം അത്ര പെട്ടെന്ന് നടത്തിയെടുക്കാൻ ആഗോള സമൂഹം നിങ്ങളെ അനുവദിക്കണമെന്നില്ല. കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. ഗാസ അമേരിക്ക ഏറ്റെടുത്താൽ പിന്നെ ഫലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം. ഫലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കും. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൗസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഫലസ്തീനിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. ഗാസ ഇടിച്ചു നിരത്തിയ ഇടമാണ്. അവശേഷിക്കുന്നതും പൂർണ്ണമായും നിരത്തും. അവിടെ ഇനി ഹമാസ് അടക്കം ആരുമുണ്ടാകില്ല. ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്. അമേരിക്ക അത് സ്വന്തമാക്കും, മനോഹരമായി പുനർനിർമ്മിക്കും. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഗാസയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവന കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. ഗാസ വാങ്ങാനും സ്വന്തമാക്കാനും താൻ പ്രതിജ്ഞാബദ്ധമാണ്. ഗാസ പുനർനിർമ്മിക്കുമ്പോൾ ഒരു ഭാഗം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് നൽകാം. ഞങ്ങളുടെ പിന്തുണയോടെ മറ്റുള്ളവർക്കും പുനർനിർമ്മിക്കാം. എന്നാൽ അവകാശം ഞങ്ങൾക്ക് മാത്രമായിരിക്കും. ഹമാസ് തിരിച്ചു വരില്ലെന്ന് ഉറപ്പുവരുത്തും. തകർന്ന ഗാസ ഇപ്പോൾ ജനവാസയോഗ്യമല്ല. സുരക്ഷിത സ്ഥലത്ത് വീട് നൽകിയാൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. മോചിപ്പിക്കുന്ന ബന്ദികളെ കാണുമ്പോൾ വംശഹത്യയുടെ ഇരകൾ പോലെ തോന്നുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ ഈ പ്രസ്താവനയെ ഹമാസ് അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ടത്തരവും ഫലസ്തീനെയും ഈ മേഖലയെയും കുറിച്ചുള്ള അങ്ങേയറ്റത്തെ അജ്ഞതയുമാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഇസ്സത്ത് അൽ റിഷ്ക പ്രതികരിച്ചു. വാങ്ങാനും വിൽക്കാനും ഗാസ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ല. റിയൽ എസ്റ്റേറ്റ് വിൽപ്പനക്കാരന്റെ മനസ്സുമായി വന്നാൽ പരാജയപ്പെടുത്തും. ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഏതു നീക്കത്തെയും ജനം വിഫലമാക്കുമെന്നും ഹമാസ് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം എന്തായാലും അറബ് ലോകത്തെയും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളെയും വല്ലാതെ പ്രകോപിച്ചിട്ടുള്ളതാണ്. ലോകത്തെ ഞെട്ടിച്ച അമേരിക്കയുടെ ആ തീരുമാനം ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുന്നു എന്നതായിരുന്നു. ഗാസയിൽ ഇനിയും ജനങ്ങളുണ്ട് എന്നതോർക്കണം. യുദ്ധത്തെ അതിജീവിച്ചവരാണവർ. പക്ഷേ അവർക്കിനി സ്വന്തം മണ്ണിനോട് എന്നേക്കുമായി വിട പറയേണ്ടി വരുമെന്ന കാര്യത്തിലേക്കാണ് അമേരിക്കയുടെ തീരുമാനം ചെന്നെത്തുന്നത്. അതായത് ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും തൊട്ടടുത്തുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിച്ച് ഗാസയെ സ്വന്തമാക്കാനാണ് അമേരിക്ക ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഗാസ ഏറ്റെടുത്ത് നിലവിലെ ഗാസയുടെ മുഖം മാറ്റി പുതിയ ഗാസയെ രൂപപ്പെടുത്താനാണ് അമേരിക്കയുടെ പുതിയ പദ്ധതി. അമേരിക്കയുടെ ഈ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നതെന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമേരിക്ക ഇസ്രയേലിന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരമൊരു പ്രഖ്യാപനമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം പോലും. നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതോടെ ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ചില ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പശ്ചിമേഷ്യയെ പ്രകമ്പനം കൊള്ളിച്ച യുദ്ധത്തിന് ഒരു സമാധാനം സംഭവിക്കുന്നത്. വെടിനിർത്തൽ കരാർ കൊണ്ടുവന്ന് ഫലസ്തീൻ ജനതയെ സമാധാനിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് എന്ന് കരുതിയെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങൾക്ക് തെറ്റി. അവരുടെ ലക്ഷ്യം മറ്റൊന്നു തന്നെയാണ്. എന്തായാലും അധികാരമേറ്റതിനു ശേഷം പ്രമുഖരായ ലോക നേതാക്കളെ കാണാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി 4-ാം തീയതി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്തിയത് പോലും. ഗാസ സ്ട്രിപ്പിനെ പുനരുദ്ധാരണം ചെയ്ത് പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ അത് ഫലസ്തീനികൾക്ക് വിട്ടു നൽകി നന്ദി സ്വീകരിച്ച് തിരിച്ചു പോകാനല്ല എന്ന് മാത്രം. ഗാസയിലേക്ക് ഇനി ഫലസ്തീനിയൻ ജനതയ്ക്ക് പ്രവേശനം ഉണ്ടാകുമോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഉത്തരം ഒറ്റ വാക്കിൽ തന്നെ ഇല്ല എന്ന് തന്നെയാണ്. അത് ആഗോള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ കാര്യം ട്രംപ് സ്ഥിരീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. 2025 ഫെബ്രുവരി ആദ്യം ഗാസ മുനമ്പിനെ ഏറ്റെടുക്കാനുള്ള വിവാദപരമായ ഒരു നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുന്നുണ്ട്. ഗാസയെ മധ്യപൂർവ്വ ദേശത്തിന്റെ റിവീർ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്. മേഖലയുടെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയുടെ പുനർനിർമ്മാണത്തിന്റെയും വികസനത്തിന്റെയും നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുന്നതാണ് പുതിയ പദ്ധതി. എന്താണ് ഇതിലൂടെ ട്രംപിന്റെ ലക്ഷ്യങ്ങളെന്നുകൂടി നമുക്ക് മനസ്സിലാക്കിയാലോ. ഫലസ്തീനികളുടെ നിർബന്ധിത പുനരധിവാസമാണ് ആദ്യത്തെ ലക്ഷ്യം. ഗാസയിൽ നിലവിൽ താമസിക്കുന്ന ഏകദേശം 2 ദശലക്ഷം ഫലസ്തീനികളെ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് സ്ഥിരമായി പുനരധിവസിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കുടിയിറക്കപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങളുടെയും ലംഘന സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതിനാൽ ഈ വശം കാര്യമായ അന്താരാഷ്ട്ര വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. US നിയന്ത്രണ പുനർനിർമ്മാണ ശ്രമങ്ങളാണ് അടുത്തത്. സ്ഥലമാറ്റത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുക, ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, കൃഷി വികസിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗാസയുടെ പുനർനിർമ്മാണത്തിന് അമേരിക്ക മേൽനോട്ടം വഹിക്കും. മിഡിൽ ഈസ്റ്റേൺ റിവിയേരയ്ക്ക് സമാനമായി ഗാസയെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റാൻ പദ്ധതി വിഭാവനം ചെയ്യുന്നു.
സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹമാസ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ പുനരുജ്ജീവനത്തെ തടയുന്നതിന് ബഫർ സോണുകൾ സ്ഥാപിക്കുന്നതും നിലവിലുള്ള ആയുധങ്ങൾ പൊളിച്ചു മാറ്റുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. US സൈനിക സേനയുടെ ഉപയോഗം പ്രസിഡന്റ് ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഈജിപ്തും ജോർദാനും ഈ നിർദ്ദേശം നിരസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ധാരാളം ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ജനസംഖ്യാപരവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോർദാൻ ഭാവിയിലെ ഫലസ്തീൻ രാഷ്ട്രത്തിനായുള്ള പിന്തുണ ഊന്നിപ്പറയുകയും പ്രദേശത്തിന്റെ ജനസംഖ്യാ ഘടനയെ മാറ്റുന്ന ഏതൊരു പദ്ധതിക്കും എതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്രസ് പദ്ധതിയോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ വംശീയ ഉന്മൂലനം എന്നാണ് അദ്ദേഹം മുദ്രകുത്തിയത്. ജനങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന നടപടികൾക്കെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹമാസുമായി നിലവിലുള്ള സംഘർഷത്തിനും വിശാലമായ ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നത്തിനും ഒരു സാധ്യതയുള്ള പരിഹാരമായി ഇതിനെ വീക്ഷിച്ചുകൊണ്ട് ഇസ്രയേൽ സർക്കാർ പദ്ധതിയിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗാസയുടെ ഭാവിയിൽ അമേരിക്ക കൂടുതൽ സജീവമായ പങ്കുവഹിക്കുന്നതിന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ട്രംപ് നേരിടാൻ പോകുന്ന വെല്ലുവിളികളും വിമർശനങ്ങളും എന്ന് നോക്കാം. നിയമപരമായ ധാർമ്മികവുമായ ആശങ്കകളാണ് ആദ്യമായിട്ട് വരുന്നത്. ഫലസ്തീനികളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അത്തരം നടപടികൾ വ്യാപകമായ മാനുഷിക പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നും പ്രാദേശിക അസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും വിമർശകർ വാദിക്കുന്നു. ഇതിന്റെ പ്രായോഗികതയും നടപ്പാക്കലും എങ്ങനെയാണെന്ന് നോക്കാം. ദശലക്ഷക്കണക്കിന് ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിലും ഒരു മുഴുവൻ മേഖലയും പുനർനിർമ്മിക്കുന്നതിലും ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണതകൾ എടുത്തു കാണിച്ചുകൊണ്ട് പദ്ധതിയുടെ പ്രായോഗികതയെ വിദഗ്ധർ ചോദ്യം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ചെലവുകൾ, ലോജിസ്റ്റിക് വെല്ലുവിളികൾ, പുതിയ സംഘർഷത്തിനുള്ള സാധ്യത എന്നിവ പ്രധാന ആശങ്കകൾ തന്നെയാണ്. പ്രാദേശിക സ്ഥിരതയാണ് അടുത്തത്. പദ്ധതി മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തീവ്രവാദ ഘടകങ്ങൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി കുടിയേറുന്നതിലേക്കും കാരണമാകുമെന്ന ഒരു ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്തത് ഗാസയിലെ ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്ന പ്രസക്തമായ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണ്. മനുഷ്യരെ അവിടെ തന്നെ നിലനിർത്താൻ അമേരിക്കയ്ക്ക് പദ്ധതിയില്ല. കാരണം ഗാസയിൽ ഇനിയും ജനങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അടങ്ങിയിരിക്കുന്ന ഹമാസ് വീണ്ടും വളരുമെന്നും ഇസ്രയേലിനെതിരെ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുമെന്നും അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഹമാസിന്റെ ശക്തി ക്ഷയിക്കണമെങ്കിൽ ജനത അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടണം. ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിലുള്ള ഏക പോംവഴി ഇതാണ്: ജനങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുക. ഗാസ സ്ട്രിപ്പിനെ അമേരിക്ക ഏറ്റെടുക്കുന്നത് കൂടി ഇസ്രയേലിന്റെ തലവേദന ഇല്ലാതായി എന്നത് സത്യമാണ്. ഇതൊരു അമേരിക്കൻ പ്രസിഡന്റിനെ നയതന്ത്രമായിട്ട് നമ്മൾ കാണരുത്. പയറ്റിത്തെളിഞ്ഞ അമേരിക്കൻ ബിസിനസ്സുകാരന്റെ തന്ത്രമാണ് ഇതിലൂടെ ട്രംപ് നടപ്പിലാക്കുന്നത്. ഇന്ത്യ, ഇസ്രയേൽ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇമക് കോറിഡോറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയുടെ ഈ തീരുമാനത്തോടെ ഇനിയും സാധിക്കും. ഇത്രനാളും പ്രശ്നങ്ങളാൽ സംഘർഷങ്ങളാൽ വീർപ്പുമുട്ടിയ ഗാസ സ്ട്രിപ്പ് അമേരിക്കയുടേത് മാത്രമാകുമ്പോൾ കോസ്റ്റൽ ഫ്രണ്ട്ലിയായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടും. ഇത് ആഗോള ബിസിനസ്സിന് വലിയ സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് അമേരിക്ക നടപ്പിലാക്കുക എന്നത് വലിയ സംശയമുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ജനങ്ങളെ നാടുകടത്തണം, അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തണം, സൗഹൃദ അറബ് രാഷ്ട്രങ്ങളോട് പോലും മറുപടി പറയേണ്ടി വരും. അങ്ങനെ നിരവധി കാര്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ഇനിയുണ്ട്. പക്ഷേ ലോകത്ത് അസാധ്യമെന്ന് പറഞ്ഞ പലതും നടപ്പിലാക്കി ശീലിച്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതും നടപ്പിലാക്കാവുന്നത് മാത്രമാണ് എന്നത് പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെന്നുകൂടി നമ്മൾ ഓർക്കണം. പക്ഷേ ആഗോള രാഷ്ട്രീയത്തിലെ അതികായരായിട്ടുള്ള അമേരിക്ക ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്കും അതൊരു പ്രചോദനമാകുന്നുണ്ട്. എന്തും ആർക്കും ചെയ്യാമെന്ന പ്രചോദനമാണ് ഞാൻ പറഞ്ഞത്. അത് അന്താരാഷ്ട്ര സമൂഹത്തിനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യവുമല്ല. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.